ലൈലയില്ലാതെ മജ്നുവില്ല, മജ്നുവില്ല ലൈലയില്ല, രണ്ടും ഒരുമിച്ചല്ലെങ്കിൽ ഒരു രൂപയിലും വിലയില്ല. ലെറ്റ്സ് കട്ട് ദ ക്രാക്ക്. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. ഏറെ പ്രതീക്ഷയോടെ പുറത്തിറക്കിയ മൾട്ടി സ്റ്റാർ ചിത്രമായ ഡബിൾ ബാരൽ പരാജയം കണ്ടപ്പോൾ അതിന്റെ സംവിധായകൻ പറഞ്ഞ വാക്കുകളാണിത്. തന്നെ കളിയാക്കിയവരോട് ധൈര്യപൂർവ്വം പറഞ്ഞ വാക്കുകൾ, തളരാത്ത വിശ്വാസവും. അതെ, LJP എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി. വർഷം 2010 മാർച്ച് 19. നായകൻ എന്ന തന്റെ ആദ്യ സിനിമ റിലീസിനെത്തിയ ദിവസം. കഥകളി ആർട്ടിസ്റ്റായ നായകൻ തന്റെ കുടുംബത്തെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ പോകുന്നതായിരുന്നു കഥ. ആദ്യ പടം തന്നെ വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു ഇറക്കിയത്. പക്ഷേ ആ പടം ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ടു. എങ്കിലും ആ ചെറുപ്പക്കാരൻ അവിടം കൊണ്ടും തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല. ശ്രമങ്ങൾ വീണ്ടും തുടർന്നു. സിറ്റി ഓഫ് ഗോഡ്, ആമീൻ, ഡബിൾ ബാരൽ ഇവയിൽ ആമീൻ എന്ന സിനിമയ്ക്ക് മാത്രം വിജയം കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ മറ്റു രണ്ട് പടങ്ങളും സംവിധായകന്റെ പരാജയ ജീവിതത്തിൽ കയറി. 2017 മാർച്ച് 3 തന്റെ 5ാമത്തെ പടമായ അങ്കമാലി ഡയറീസ് തിയേറ്ററുകളിൽ എത്തിയ ദിവസം. പക്ഷേ ഇത്തവണ പടം സംവിധായകനെ നിരുത്സാഹപ്പെടുത്തിയില്ല. 3 കോടി എന്ന ചെറിയ ബഡ്ജറ്റിൽ റിലീസായ പടം ബോക്സ് ഓഫീസിൽ വൻ സ്വീകാര്യത ലഭിച്ചു. ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? ആ വർഷത്തെ സിനിമ പാരഡൈസോ ക്ലബിന്റെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സിനിമയിലെ ഒരു പ്രശസ്തമായ ഗാനത്തിന് അക്കാലത്ത് വലിയൊരു ആരാധന കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആ സംവിധായകന്റേതായി പുറത്തിറങ്ങിയ സിനിമകളിൽ പലതും വ്യത്യസ്ത കഥാരീതികൾ പിന്തുടർന്നു. പിന്നീട് ഇറങ്ങിയ ഈമയൗ, ജല്ലിക്കെട്ട് എന്നീ സിനിമകൾക്ക് അവാർഡുകൾ ഏറെയായിരുന്നു. 2017, 18, 19 ഈമയൗ എന്ന സിനിമയ്ക്ക് 48th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ പങ്കെടുക്കുകയും ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ജല്ലിക്കെട്ട് എന്ന സിനിമയ്ക്ക് സമാനമായ രീതിയിലുള്ള അവാർഡുകൾ കരസ്ഥമാക്കി. പിന്നീട് ഇറങ്ങിയ ചുരുളി എന്ന സിനിമ ഭാഷാ രീതിയിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും OTTയിൽ മികച്ചൊരു വിജയമായിരുന്നു കണ്ടെത്തിയത്. പരാജയത്തിലൂടെ വിജയം കണ്ടെത്തുകയും വളരെ വ്യത്യസ്ത രീതിയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ച് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ എടുക്കുകയും ചെയ്ത ആ മനുഷ്യൻ ഇതാ ഇപ്പോൾ ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ വെച്ച് തന്റെ കരിയറിലെ 10ാമത്തെ പടമായ മലൈക്കോട്ടെ വാലിബൻ വരെ എത്തി നിൽക്കുകയാണ്. മധു നീലകണ്ഠന്റെ ഛായാഗ്രഹണത്തിൽ പ്രശാന്ത് പിള്ളയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മലയാളത്തിന്റെ അവതാരവും നടന വിസ്മയവുമായ മോഹൻലാലും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒത്തുചേരുമ്പോൾ കണ്ടറിയാം എന്തായിരിക്കും അടുത്ത LJP മാജിക് എന്ന്. അതെ, കണ്ടത് നിജം, നീ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോവത് നിജം.